DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 19 വ്യാഴം. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, പൈപ്പ് വഴിയുള്ള പ്രകൃതിവാതകം അതായത് PNG നൽകുന്നതിനുള്ള ക്രമീകരണങ്ങൾ വേഗത്തിലാക്കുന്ന സംസ്ഥാനങ്ങൾക്ക് 10% കൂടുതൽ വാണിജ്യ LPG നൽകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം മൂലം LPG പ്രതിസന്ധി മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോഴാണ് LPG ഉപയോക്താക്കൾ PNGയിലേക്ക് ചുവടുമാറ്റുന്നതിനായി കേന്ദ്രം പുതിയ തന്ത്രം ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച കത്ത് സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്ന് ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. പൈപ്പുകളിലൂടെ പ്രകൃതിവാതകം അടുക്കളകളിലേക്ക് എത്തിക്കുന്ന സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ അഥവാ CGD സംവിധാനം എവിടെയൊക്കെയുണ്ടോ അവിടങ്ങളിലെല്ലാം തന്നെ ഉപയോക്താക്കൾ LPGയിൽ നിന്ന് PNGയിലേക്ക് മാറാൻ ശ്രമിക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം. PNGയിലേക്ക് മാറാനുള്ള തീർപ്പ് കൽപ്പിക്കലില്ലാത്ത അപേക്ഷകൾക്ക് വേഗം അനുമതി നൽകുക, പുതിയ അപേക്ഷകൾ 24 മണിക്കൂറിനുള്ളിൽ തീർപ്പാക്കുക, പാട്ടത്തിന് കുറഞ്ഞ പണം ഈടാക്കുക തുടങ്ങിയ നിർണായക പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് അധികമായി വാണിജ്യ LPG നൽകുന്നത്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. ഇന്ന് പവന് ഒറ്റയടിക്ക് 2040 രൂപയാണ് കുറഞ്ഞത്. 1,13,400 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഗ്രാമിന് ആനുപാതികമായി 255 രൂപയാണ് കുറഞ്ഞത്. 14,175 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. അടുത്തറിയിപ്പ്, ദേശീയപാതകളിലെ ടോൾ പിരിവ് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും വെട്ടിപ്പുകൾ തടയുന്നതിനുമായി കർശന ഡിജിറ്റൽ റിക്കവറി നിയമങ്ങളുമായി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം എത്തിയിരിക്കുകയാണ്. പുതിയ നിയമപ്രകാരം ടോൾ നൽകാതെ പോകുന്ന വാഹനങ്ങളിൽ നിന്ന് നിശ്ചിത ടോൾ തുകയുടെ ഇരട്ടി പിഴയായി ഈടാക്കും. പണമടക്കാത്തവർക്ക് നോട്ടീസ് അയക്കാനും കുടിശ്ശിക വരുത്തുന്നവരുടെ വാഹന സേവനങ്ങൾ തടയാനും അധികൃതർക്ക് അധികാരം നൽകുന്ന വിജ്ഞാപനം പുറത്തിറക്കി. ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ സംവിധാനം വഴി റെക്കോർഡ് ചെയ്യപ്പെടുകയും എന്നാൽ പണമീടാക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് വാഹന ഉടമയ്ക്ക് അൺപെയ്ഡ് യൂസർ ഫീ നോട്ടീസ് ലഭിക്കുക. പുതിയ പരിഷ്കാരം അനുസരിച്ച് ടോൾ നൽകാത്ത വാഹന ഉടമകൾക്ക് SMS, ഇമെയിൽ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴി ഡിജിറ്റൽ നോട്ടീസ് ലഭിക്കും. വാഹനം കടന്നുപോയ സ്ഥലം, തീയതി, സമയം, അടയ്ക്കേണ്ട തുക എന്നിവ നോട്ടീസിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കും. നോട്ടീസ് ലഭിച്ച് 72 മണിക്കൂറിനുള്ളിൽ പണമടയ്ക്കുന്നവർക്ക് വലിയ ആശ്വാസമുണ്ട്. ഇവർക്ക് പിഴത്തുകയില്ലാതെ യഥാർത്ഥ ടോൾ തുക മാത്രം അടച്ച് നടപടികളിൽ നിന്ന് ഒഴിവാകാം. എന്നാൽ ഈ കാലാവധി കഴിഞ്ഞാൽ ടോളിന്റെ ഇരട്ടി തുക പിഴയായി നൽകേണ്ടി വരും. അടുത്തറിയിപ്പ്, രാജ്യത്ത് പുതിയ പാൻ കാർഡിന് അപേക്ഷിക്കുന്നവർക്കായി ഏപ്രിൽ 1 മുതൽ കൂടുതൽ കർശനമായ നിയമങ്ങൾ നിലവിൽ വരികയാണ്. നിലവിൽ 2026 മാർച്ച് 31 വരെ ആധാർ കാർഡ് മാത്രം ഉപയോഗിച്ച് പാൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്. എന്നാൽ ഏപ്രിൽ 1 മുതൽ ഈ ലളിതമായ പ്രക്രിയ അവസാനിക്കും. പുതിയ അപേക്ഷകർ ആധാർ കാർഡിനൊപ്പം അധിക തിരിച്ചറിയൽ രേഖകൾ കൂടി സമർപ്പിക്കേണ്ടി വരുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. സമയപരിധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സങ്കീർണമായ നടപടികൾ ഒഴിവാക്കാൻ മാർച്ച് 31-നകം അപേക്ഷിക്കാൻ അധികൃതർ നിർദ്ദേശിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക.